ഓക്കെ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്ലൈ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സപ്ലൈനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എക്സംപ്റ്റഡ് സപ്ലൈ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്ലൈസ് ആണ്. നമ്മൾ ബേസിക്കലി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എക്സംപ്റ്റഡ് സപ്ലൈ എന്നുള്ള ഡിസ്കഷനിലാണ് നമ്മൾ തുടങ്ങിയത്. എക്സംപ്റ്റഡ് സപ്ലൈസിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എക്സംപ്റ്റഡ് സപ്ലൈയിൽ പെടുന്ന ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മൾ ഫൈനാൻഷ്യൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ വാറ്റിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഏതൊക്കെയാണ് എക്സംഷൻ വരിക, ഏതൊക്കെയാണ് 5% വാറ്റ് കൊടുക്കേണ്ട കേസുകൾ എന്നുള്ള കേസ് നമ്മൾ എന്ത് ചെയ്തു, എക്സംപ്റ്റഡ് സപ്ലൈസിൽ ആദ്യം ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, എക്സംപ്റ്റഡ് സപ്ലൈസ് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തിലേക്ക് പോയത്, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ എക്സംപ്റ്റഡ് സപ്ലൈ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എക്സംപ്റ്റഡ് വരിക, ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് വരാത്തത്, ആ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈയിൽ പിന്നെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഏതാ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെയർ ലാൻഡിന്റെ എക്സംഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ടിന്റെ എക്സംഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ സീറോ റേറ്റഡിലേക്ക് പോയി. വാറ്റിൽ സീറോ റേറ്റഡ് എങ്ങനെയാണ് വരിക, സീറോ റേറ്റഡിലെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, അതിന്റെ വാറ്റിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, സീറോ റേറ്റഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതിനുശേഷം സീറോ റേറ്റഡിലുള്ള രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വെച്ചു. സീറോ റേറ്റഡ് ടാക്സ് റേറ്റ് വരുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, ഹെൽത്ത് കെയർ സർവീസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു, അതുപോലെ എഡ്യൂക്കേഷണൽ സർവീസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷണൽ സർവീസിലും സീറോ വരുന്നതും 5% ടാക്സ് വരുന്നതൊക്കെ എപ്പോഴാണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് വെച്ചു. അപ്പൊ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത് വെച്ച പോയിന്റ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് സപ്ലൈ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈപ്സ് ഓഫ് സപ്ലൈയിൽ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈസ് ഫുള്ള് പറഞ്ഞു. അതിനുശേഷം സീറോ റേറ്റഡ് സപ്ലൈസിലേക്ക് കടന്നു. സീറോ റേറ്റഡ് സപ്ലൈ എന്താന്ന് പറഞ്ഞു, അതിന്റെ ഉദാഹരണങ്ങളും പഠിച്ചു. അതിന്റെ ഉദാഹരണങ്ങളിൽ ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് സീറോ റേറ്റഡ് സപ്ലൈയിൽ മൂന്നാമത്തെ ഉദാഹരണമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സീറോ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. സീറോ റേറ്റഡ് ആവുന്ന സമയത്ത് എന്താണ്, ടാക്സ് റേറ്റ് 0% ആണ് അല്ലേ. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞു ഇത് ഓൾറെഡി. ടാക്സ് 0% ആയിരിക്കും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, 0% അല്ലെങ്കിൽ സീറോ റേറ്റഡുള്ള ആൾക്ക് എന്തെടുക്കാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞതാണ്, ടാക്സ് റേറ്റ് 0% ആണ്, അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സീറോ റേറ്റിലുള്ള ട്രാൻസാക്ഷന്റെ പ്രത്യേകതകൾ. അതിൽ ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുകയും ചെയ്തു. നമ്മൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹെൽത്ത് കെയറും നോക്കി. മൂന്നാമത്തെ ഉദാഹരണമാണ് സപ്ലൈ ഓഫ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ സപ്ലൈ എന്താണ്, സീറോ റേറ്റഡ് ആണ്. ഏതൊക്കെയാണ് ഈ സീറോ റേറ്റിൽ വരുന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തത് ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ് ഓർ ഗുഡ്സ് ഫ്രം UAE ടു ഔട്ട്സൈഡ് ദ UAE ഓർ വൈസ് വേഴ്സ. അതായത് UAE നിന്ന് അല്ലെങ്കിൽ UAE പുറത്തേക്ക് നമ്മൾ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ. ഓക്കെ, അതായത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അത് പ്രത്യേകം പറയുന്നത് ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ അല്ല, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ UAE ബൗണ്ടറി കടക്കണം. അപ്പൊ UAE നിന്ന് അല്ലെങ്കിൽ UAE പുറത്ത് നിന്ന് നമ്മൾ UAE കൊണ്ടുവരികയോ അല്ലെങ്കിൽ UAE തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയോ നടത്തുന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, അത് ഏതിൻ്റെയൊക്കെ, ബോത്ത് പാസഞ്ചർ ആൻഡ് ഗുഡ്സ്, ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷനും രണ്ടും എന്തിൽ പെടും, സീറോ റേറ്റഡിൽ പെടും. ഓക്കെ, ട്രാൻസ്പോർട്ട് വിത്തിൻ UAE ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ആൻ ഇന്റർനാഷണൽ ജേർണി. രണ്ടാമത് പറയുന്നത് ട്രാൻസ്പോർട്ട് വിത്തിൻ UAE ദാറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇന്റർനാഷണൽ ജേർണി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, ഇപ്പൊ നമ്മൾ UAE നിന്ന് നമ്മൾ എന്ത് ചെയ്യണേ, കുറച്ച് ഗുഡ്സ് നമ്മൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ UAE നിന്ന് നമ്മൾ ഡയറക്ട്ലി ഇന്ത്യയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണ്. ഇത് ടാക്സ് റേറ്റ് 0% ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എന്താ, ട്രാൻസ്പോർട്ട് വിത്തിൻ UAE ദാറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇന്റർനാഷണൽ ജേർണി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ UAE നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് ഒരു പ്രൊഡക്റ്റ്, UAE മീൻസ് ദുബായിൽ നിന്ന് നമ്മളൊരു സാധനം എന്ത് ചെയ്തു, അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അബുദാബിയിൽ നിന്ന് ഈ സാധനം നേരെ കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്കാണ്. ഓക്കെ, അബുദാബിയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ദുബായിൽ നിന്ന് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അത് പാസഞ്ചർ ആയിക്കോട്ടെ ഗുഡ്സ് ആയിക്കോട്ടെ, പാസഞ്ചർ പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഗുഡ്സ് ആണെങ്കിൽ ചരക്ക്, രണ്ടായിക്കോട്ടെ,
ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ. പക്ഷേ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റ് ഉണ്ടല്ലോ, തുടങ്ങുന്ന സമയം, അത് തുടങ്ങുന്നത് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ലോങ് ജേർണി അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ജേർണിന്റെ ഒരു ഡൊമസ്റ്റിക് ലെഗ് മാത്രമാണ് അബുദാബിയിൽ. നമ്മൾ പറയില്ലേ, ഇടയിൽ ഒരു ഫ്ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ യു എയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ചിലപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ എന്ത് ചെയ്യും, ഒന്ന് ഫ്ലൈറ്റ് ഒന്ന് ഹാൾട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് മാറി കയറുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറില്ലേ. അതേപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ജേർണിന്റെ ഇടയിൽ ചിലപ്പോൾ ഡൊമസ്റ്റിക്കലി ഒന്നും ജസ്റ്റ് ഒന്ന് നിർത്തി എന്ന് വിചാരിച്ചിട്ട് എന്ത് മാറില്ല, ടാക്സ് റേറ്റിൽ മാറ്റമൊന്നും വരില്ല. ടാക്സ് റേറ്റ് സ്റ്റിൽ എന്തായിരിക്കും, 0% തന്നെ ആയിരിക്കും. അപ്പൊ ഡയറക്റ്റ് യു എയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ 0% ആണ് എന്നുള്ളത് പോലെ തന്നെ യു എന്റെ ഉള്ളിൽ തന്നെ, അതായത് അബുദാബിയിൽ നിന്ന് ദുബായിലേക്കോ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ അതും ടാക്സ് റേറ്റ് എത്രയാണ്, 0% ആണ്. അതുപോലെ മൂന്നാമത് 0 റേറ്റഡ് കിട്ടുക സപ്ലൈ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ്. അതായത് ട്രാൻസ്പോർട്ടേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന മീൻസ്, അതായത് നമുക്ക് ഇന്റർനാഷണൽ യാത്ര നടത്തണം എന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ എന്താ ഉപയോഗിക്കുക, എയർക്രാഫ്റ്റ്, ഷിപ്പുകളാണ് അല്ലെ, വിമാനങ്ങളും കപ്പലുമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുക. ഇത് രണ്ടിന്റെയും സപ്ലൈ എന്താണ്, 0 റേറ്റഡ് ആണ്. അപ്പോൾ കപ്പൽ വിൽക്കുന്ന കമ്പനിക്ക് ടാക്സ് റേറ്റ് 0% വരിക, എയർക്രാഫ്റ്റ് വിൽക്കുന്ന കമ്പനിക്ക് ടാക്സ് റേറ്റ് 0% വരിക. കാരണം എന്താ, സപ്ലൈ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് രണ്ടും യൂസ്ഡ് ഇൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, യൂസ്ഡ് ഇൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ്, അതായത് ബേസിക്കലി എയർക്രാഫ്റ്റ് ആൻഡ് ഷിപ്പ്, അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ്. നാലാമത്തത് സപ്ലൈ ഓഫ് സർവീസ് ആൻഡ് ഗുഡ്സ് റിലേറ്റഡ് ടു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. എക്സാമ്പിൾ, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, കാർഗോ ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ്, അതൊക്കെ. അതായത് ഒരു ഇന്റർനാഷണൽ യാത്രയുമായി ബന്ധപ്പെട്ട്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സപ്ലൈ സർവീസിന്റെയും ഗുഡ്സിന്റെ ഒക്കെ സപ്ലൈ എന്താണ്, 0 റേറ്റഡ് ആണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിന്റെ ഒരു റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് നടന്നു, അതിന്റെ ടാക്സ് റേറ്റ് എത്രയാണ്, 0% ആണ്. അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാർഗോ ഹാൻഡ്ലിംഗ് ചാർജ് നടത്തുന്നുണ്ട്, അതിന്റെ ടാക്സ് റേറ്റ് എത്രയാണ്, 0% ആണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ടാക്സ് റേറ്റ് എത്ര വരിക, 0% ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ 0 റേറ്റഡിൽ മൂന്നാമത്തെ ഉദാഹരണമാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ഉദാഹരണം ബേസിക്കലി പറയുന്നത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് ഉദ്ദേശിച്ചത് യു എന്റെ പുറത്തേക്ക് വേറൊരു രാജ്യത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ യു എയിൽ നിന്ന് വേറൊരു രാജ്യത്ത് നിന്ന് യു എയിലേക്ക് തിരിച്ചു വരുന്നത്, രണ്ടും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ ആ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിൽ 0% പൊതുവെ വരിക. ആദ്യത്തത് ആൾക്കാർ, വ്യക്തികൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യം, അതായത് ബേസിക്കലി യു എയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, അതെന്താണ്, 0% ആണ്. ടാക്സ് റേറ്റ് 0% ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഒന്നും ഉണ്ടാവില്ല, വാറ്റ് റേറ്റ് ഉണ്ടാവില്ല അല്ലേ. നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ വാറ്റ് കാണിക്കോ, ഇല്ല, വാറ്റ് റേറ്റ് ഉണ്ടാവില്ല. അതെന്താണ്, 0% ആണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ പറയും വാറ്റ് ഉണ്ടല്ലോ, വാറ്റ് റേറ്റ് കാണാമല്ലോ എന്ന് പറയും. അതൊരിക്കലും എന്തല്ല, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനുള്ള വാറ്റ് ചാർജ് അല്ല. അത് പകരം ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ട്രാവൽസ് എടുക്കുന്ന അവരുടെ സർവീസിന്റെ മേലുള്ള വാറ്റ് റേറ്റ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 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 ഫ്ലൈറ്റ് ടിക്കറ്റ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങളൊരു ട്രാവൽസിൽ നിന്ന് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ ആ ട്രാവൽസിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു 2000 ദിർഹംസ്. ഓക്കെ, 2000 ദിർഹംസ് ഫ്ലൈറ്റ് ചാർജ് ആയിട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. 2000 ദിർഹംസ് ഫ്ലൈറ്റ് ചാർജ്. അതിന്റെ താഴെ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും, ഒരു 150 ദിർഹമോ അല്ലെങ്കിൽ ഒരു 200 ദിർഹമോ ഒക്കെ ഉണ്ടാവും. അതിനും താഴെ വാറ്റ് എമൗണ്ടും ഉണ്ടാവും. ഈ വാറ്റ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു 150 ദിർഹത്തുമ്പോൾ മാത്രമായിരിക്കും, അല്ലാതെ എന്തും ഉണ്ടാവില്ല, 2000 ദിർഹത്തും ഉണ്ടാവില്ല. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2000 ദിർഹം എന്താണ്, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ചാർജാണ്. നമ്മൾ പറഞ്ഞ ഈ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ ചാർജാണ്. അതിന് വാറ്റ് ഉണ്ടാവില്ല. പകരം 150 ഉണ്ടല്ലോ, ഈ 150 എന്താണ്, ആ ട്രാവൽ കമ്പനിന്റെ സർവീസ് ചാർജാണ്. അതെന്താണ്, അത് വാറ്റ് വരുന്നതാണ്. അത് 5% ടാക്സ് റേറ്റ് വരുന്നതാണ്, സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നതാണ്. അതും എന്തുണ്ടാവും, വാറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടാവും.
അല്ലാതെ ഒരിക്കലും എന്തും ഉണ്ടാവില്ല, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വാറ്റ് വരൂല. വാറ്റ് എന്താണ്? 0% ആണ്. അപ്പോ 0% വരുന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 0% ആണ്. ഇനി ഡയറക്റ്റ് അല്ല, ഓക്കെ, ഇടയിൽ ഒരു ഡൊമസ്റ്റിക് ലെഗ് ഉണ്ട്, അതായത് ഇപ്പോൾ UAE നിന്ന് പുറപ്പെടുന്നത് ദുബായിൽ നിന്ന് പുറപ്പെട്ടിട്ട് അബുദാബിയിൽ ഒന്ന് നിർത്തിയിട്ട് അബുദാബിയിൽ നിന്ന് തിരിച്ചു വീണ്ടും വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോവാണ്, UAE കടന്നു പോവാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? 0% ആണ്. പിന്നെ 0% എന്തിനാ വരിക? ഈ ഒരു വാഹനങ്ങൾ നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, പൊതുവെ നമ്മുടെ ഷിപ്പ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഒക്കെ, അതിനും ടാക്സ് റേറ്റ് 0% തന്നെയാണ്. പിന്നെ 0% എന്താ പറയുക? ഈ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മേലിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ, അതായത് ഈ വാഹനത്തിന് എന്തെങ്കിലും റിപ്പയറോ മെയിൻ്റെനൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർഗോ ചാർജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ടാക്സ് റേറ്റ് 0% ആണ്. ഓക്കെ അല്ലേ? സോ ഇതാണ് എന്ത് പറയാ 0%ുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ ഡിസ്കഷൻ. ഈ പോയിന്റ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 5% വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? 0 റേറ്റഡ് ടാക്സ് റേറ്റ് എന്താന്നുള്ളതും അതിന്റെ അണ്ടറിൽ വരുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന ലിസ്റ്റിലുള്ളതേ ഉള്ളൂ UAE എന്ത് 0 റേറ്റഡ് ഉള്ളൂ. ഇതിന്റെ പുറത്തേക്ക് ഏതുമില്ല. ഇപ്പൊ നമ്മളിപ്പോൾ പഠിച്ച മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. എഡ്യൂക്കേഷണൽ സർവീസ് നമ്മൾ പഠിച്ചു, ഹെൽത്ത് കെയർ സർവീസ് പഠിച്ചു, ആൻഡ് ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഏത് പഠിച്ചു? ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചു. ഈ മൂന്നും എന്താണ്? UAE 0 റേറ്റഡ് ആണ്. ടാക്സ് റേറ്റ് 0% ഉള്ള കേസാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഏതുമില്ല. നമ്മൾ എല്ലാ ലിസ്റ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ എക്സംപ്റ്റഡിൽ ലിസ്റ്റ് പഠിച്ച ഓർമ്മയില്ലേ? നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പഠിച്ചു, ഫൈനാൻഷ്യൽ സർവീസ് പഠിച്ചു, ബെയർ ലാൻഡ് പഠിച്ചു. ഇതൊക്കെ നമ്മൾ എക്സംപ്റ്റഡിന് അണ്ടറിലാണ് പഠിച്ചത്. എക്സംപ്റ്റഡ് അണ്ടറിൽ ഇനി വേറെ ഇല്ല. UAE എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 0 റേറ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ UAE വേറെ 0 റേറ്റഡ് ടാക്സ് റേറ്റ് വരുന്ന വേറൊരു ട്രാൻസാക്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് 5% വരുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്ന ടാക്സേഷൻ വരുന്നത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ? ഈ എക്സംപ്റ്റഡ് കുറച്ചുള്ളൂ, 0 റേറ്റഡ് കുറച്ചുള്ളൂ. അതാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? 5% സ്റ്റാൻഡേർഡ് റേറ്റ് വാറ്റ് റേറ്റ് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി 0 റേറ്റഡിൽ നാലാമത്തെ ഉദാഹരണം സപ്ലൈ ഓഫ് പ്രഷ്യസ് മെറ്റൽസ് ആണ്. പ്രഷ്യസ് മെറ്റൽസിന്റെ സപ്ലൈ ആണ്. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ ഈ പ്രഷ്യസ് മെറ്റൽസ് എന്നാണ്. ലോകത്തെല്ലായിടത്തും പ്രഷ്യസ് മെറ്റൽസ് ആയി കാണുന്നത് 3 മെറ്റൽസിനെയാണ്. ഒന്ന് ഗോൾഡ്, രണ്ടാമത്തത് സിൽവർ ആൻഡ് മൂന്നാമത്തത് പ്ലാറ്റിനം. ഓക്കെ, പ്രഷ്യസ് മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത് 3 ആൾക്കാരെയാണ്: ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. അത് എന്താവണം? വിത്ത് പ്യൂരിറ്റി ഓഫ് 99% ഓർ മോർ. 99% മേലെ പ്യൂരിറ്റി വേണം. അപ്പൊ 99% അല്ലെങ്കിൽ അതിനെ മേലെ പ്യൂരിറ്റി ഉള്ള ഗോൾഡിനെ, സിൽവറിനെ, പ്ലാറ്റിനത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്രഷ്യസ് മെറ്റൽസ്. അത് വിളിക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ടൈപ്പ് ഓഫ് മെറ്റൽസിന്, അതായത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനൊക്കെ 99%ന്റെ മേലെ പ്യൂരിറ്റി ഉള്ളതിനെ ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിലേക്ക് എന്ത് ചെയ്യുക? ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിടുന്ന ആൾക്കാരുണ്ട് അല്ലേ? അത് പൊതുവെ ജ്വല്ലറിയിലായിരിക്കില്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ US ബാങ്കുകളുടെ ഒക്കെ വലിയൊരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഗോൾഡിലായിരിക്കും അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ലാർജ് ഫണ്ട് അവർ ഇത് ചെയ്തിട്ടുണ്ടാവുക ഗോൾഡിലായിരിക്കും. അപ്പൊ അങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള റീസൺ എന്താ? ഗോൾഡ് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ? നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന മെറ്റൽസ് ഏത്? ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. 3 മെറ്റൽസ് ആണ്: ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. അതിന്റെ പ്യൂരിറ്റി 99%ന്റെ അല്ലെങ്കിൽ അതിന് മേലെ വേണം. ആൻഡ് വിച്ച് ആർ ട്രേഡബിൾ ഇൻ ബുള്ളിയൻ മാർക്കറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താ? 0 റേറ്റഡ് ടാക്സ് റേറ്റ് വരുന്ന നാലാമത്തെ ഉദാഹരണമാണ് നമ്മൾ പഠിക്കുന്നത്. ആ നാലാമത്തെ ഉദാഹരണം ഏതാണ്? സപ്ലൈ ഓഫ് പ്രഷ്യസ് മെറ്റൽസ്. പ്രഷ്യസ് മെറ്റൽസിന്റെ സപ്ലൈ 0% ആണ് UAE ടാക്സ് റേറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം നോക്കിയത് എന്താ? ആരാണ് ഈ പ്രഷ്യസ് മെറ്റൽ എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ പ്രഷ്യസ് മെറ്റൽ ആയിട്ട് പറയുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റ് പ്രഷ്യസ് മെറ്റൽസ് റെഫേഴ്സ് ടു ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇത് മൂന്നുമാണ് പ്രഷ്യസ് മെറ്റൽ ആയിട്ട് കാണുന്നത്. വിത്ത് പ്യൂരിറ്റി ഓഫ് 99% ഓർ മോർ, വിച്ച് ആർ ട്രേഡബിൾ ഇൻ ഗ്ലോബൽ ബുള്ളിയൻ മാർക്കറ്റ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബുള്ളിയൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ
നമ്മൾ ഗോൾഡിന്റെ അല്ലെങ്കിൽ സിൽവറിന്റെ ഒക്കെ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ ഗോൾഡ് വേറൊരാൾക്ക് നമ്മൾ വാങ്ങുമ്പോഴാണ് ജ്വല്ലറി ആയിട്ട് വാങ്ങുക. സാധാരണ ആൾക്കാരാണ് എന്ത് ചെയ്യുക, ജ്വല്ലറി ആയിട്ട് വാങ്ങാം. ഇപ്പോൾ ഗോൾഡ് ബിസിനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഗോൾഡ് ബിസിനസ്സിൽ പൊതുവേ അവർ ഗോൾഡ് കൈമാറുക എങ്ങനെയായിരിക്കും, ബുള്ളിയനുകളായിട്ടായിരിക്കും. ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡിന്റെ ബാറ് കട്ട ഒക്കെ പറയില്ല, നമ്മൾ ബാറ് കട്ടയൊക്കെ ആ ഫോമിലായിരിക്കും എന്ത് ചെയ്യുക, ജ്വല്ലറീസ് എന്ത് ചെയ്യുക, ഗോൾഡ് കൈമാറുക. എന്നിട്ട് അവരവരുടെ ആ വർക്കർ അല്ലെങ്കിൽ ഗോൾഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അത് ജ്വല്ലറി ആക്കി മാറ്റുക ചെയ്യാറ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ അവർക്ക് കിട്ടുന്ന ഫോം എന്താണ്, ബുള്ളിയൻസ് ആയിട്ടായിരിക്കും. ബുള്ളിയൻസ് പറഞ്ഞാൽ നമ്മൾ ഗോൾഡിന്റെ ബാറൊക്കെ ഇപ്പോൾ 916 ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ 99% പ്യൂരിറ്റി ഉള്ള ഗോൾഡ് ബാർ ആയിരിക്കും അവർക്കൊക്കെ കിട്ടുക. ജ്വല്ലറിയിലൊക്കെ എന്ത് ചെയ്യുക, ഈ രീതിയിലുള്ള ബാറുകളായിരിക്കും കിട്ടുക. അപ്പൊ അതിനെയാണ് നമ്മൾ ബുള്ളിയൻ എന്ന് വിളിക്കുക. ഓക്കെ, ബുള്ളിയൻ കൊണ്ടുവന്നിട്ടാണ് ജ്വല്ലറിയിൽ ബുള്ളിയൻ എത്തിയിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുക, ജ്വല്ലറിയിൽ നിന്ന് അത് എന്ത് ചെയ്യുക, ഗോൾഡ് ജ്വല്ലറീസിലേക്ക് മാറ്റുക. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാംഗിൾസും ചെയിനൊക്കെ ആക്കി മാറ്റാറ് ഈ ഒരു ബുള്ളി തന്നെയാണ്. അതായത് കട്ടൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഒരുപാട് പ്രൊസീജിയറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഉരുക്കിയും മറ്റു പല പരിപാടികളിലൂടെ എന്ത് ചെയ്യും, ആൾക്കാർ അതിനെ പല ജ്വല്ലറികളാക്കി മാറ്റും, ബാംഗിൾസ് ആക്കും, ചെയിൻ ആക്കിയൊക്കെ മാറ്റും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ജ്വല്ലറീസ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതില് ജ്വല്ലറിക്ക് എന്ത് കിട്ടുന്നില്ല, ടാക്സ് റേറ്റ് ഈ പറഞ്ഞ പോലെ 0 റേറ്റഡ് എന്ന് പറഞ്ഞ ഒരു കേസ് ഇല്ല. ഓക്കെ, ജ്വല്ലറിനെ കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ജ്വല്ലറി ഫോമിലുള്ള ഗോൾഡിനെ കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാ, ബുള്ളിയൻ ഫോമിലുള്ള ഗോൾഡിനെ കുറിച്ചാണ്. ഓക്കെ, ബുള്ളിയൻ ആയിട്ട് നിൽക്കണം. ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ കട്ടകളായിട്ട് നിൽക്കുന്ന ഗോൾഡുകൾ. ഓക്കെ, ആൻഡ് അത് ഏത് പർപ്പസിനായിരിക്കണം, ഒരാൾ ഈ കട്ട വാങ്ങുന്നത് അയാൾ കയ്യിൽ വെക്കാനായിരിക്കുമല്ലോ. ഒരാൾ നമ്മൾ ജ്വല്ലറി വാങ്ങുന്നത് എന്തിനാ, നമ്മൾ ആഭരണങ്ങൾ വാങ്ങുന്നത് എന്തിനാ, നമ്മൾ മാലയായിട്ടോ വളയായിട്ടൊക്കെ ആഭരണങ്ങൾ വാങ്ങുന്നത് നമ്മൾ നമ്മുടെ കഴുത്തിലും കയ്യിലൊക്കെ അണിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, പൊതുവേദനയാണ് നമ്മൾ ജ്വല്ലറി വാങ്ങുക. പക്ഷെ ഒരാൾ ഗോൾഡിന്റെ ബുള്ളിയൻ വാങ്ങുക അല്ലെങ്കിൽ കട്ട വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം എന്തായിരിക്കും അയാൾക്ക്, അയാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനല്ലാതെ കട്ട നമുക്ക് കഴുത്തിലും കയ്യിലും ഒന്നും ഇട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഗോൾഡ് കട്ട അല്ലെങ്കിൽ ഗോൾഡിന്റെ ബാറ് അതൊക്കെ നമ്മൾ വാങ്ങുന്നത് നമ്മൾ പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുള്ളിയൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇത് നമുക്ക് ബുള്ളിയൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബുള്ളിയൻ മാർക്കറ്റ്. ഈ ഒരു കട്ട ഫോമിൽ ഗോൾഡ് സെല് ചെയ്യും വാങ്ങുകയൊക്കെ ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ പൊതുവേ പറയുന്ന പേരാണെന്ത്, ബുള്ളിയൻ മാർക്കറ്റ്. അപ്പൊ ബുള്ളിയൻ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റുന്ന ഫോമിലുള്ള ഗോൾഡ്, ഓക്കെ, ട്രേഡബിൾ ഇൻ ഗ്ലോബൽ ബുള്ളിയൻ മാർക്കറ്റ്. ഗ്ലോബൽ ബുള്ളിയൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം 99% മേലെ പ്യൂരിറ്റി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രഷ്യസ് മെറ്റൽസിനാണ് എന്ത്, UAE ടാക്സ് റേറ്റ് 0%. അപ്പൊ ചാടി കയറി ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് UAE ഗോൾഡിന് 0% ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കയറിയിട്ട് എന്ത് പറയണ്ട, UAE ഗോൾഡ് വിറ്റ് കഴിഞ്ഞാൽ 0% ആണ് ടാക്സ് എന്ന് പറയാൻ നിൽക്കണ്ട. UAE എല്ലാ ഗോൾഡും എന്തല്ല, 0% അല്ല. UAE ഒരേ ഒരു ടൈപ്പ് ഓഫ് ഗോൾഡ് മാത്രമേ എന്തുള്ളൂ, 0% ടാക്സ് വരുന്നുള്ളൂ. അത് ഏത് ടൈപ്പ് ഓഫ് ഗോൾഡ് ആണ്, ബുള്ളിയൻ മാർക്കറ്റ് ഫോമിലുള്ള 99% മേലെ പ്യൂരിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ പ്ലാറ്റിനം, അതിനാണ് ടാക്സ് റേറ്റ് എന്ത്, 0%. അപ്പൊ 0% അല്ലെങ്കിൽ നമുക്കൊരു ഈ പറയപ്പെടുന്ന മെറ്റൽസിൽ നമുക്ക് 0% ടാക്സ് റേറ്റ് വരണമെങ്കിലുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്, ആദ്യത്തെ കണ്ടീഷൻ മെറ്റൽ മസ്റ്റ് മീറ്റ് ദ റിക്വയർഡ് പ്യൂരിറ്റി ലെവൽ. അതായത് പ്യൂരിറ്റി ലെവല് 99% മേലെ പ്യൂരിറ്റി ഉണ്ടാവണം, 99% മേലെ പ്യൂരിറ്റി ഉള്ള ഗോൾഡ് ആയിരിക്കണം അല്ലെങ്കിൽ സിൽവർ ആയിരിക്കണം അല്ലെങ്കിൽ പ്ലാറ്റിനം ആയിരിക്കണം. ഓക്കെ, ദീസ് മെറ്റൽ മസ്റ്റ് ബി ഫോം എ റെക്കഗ്നൈസ്ഡ് ബുള്ളിയൻ മാർക്കറ്റ്സ്. ബുള്ളിയൻ മാർക്കറ്റിൽ റെക്കഗ്നൈസ് ചെയ്ത ഫോമിലായിരിക്കണം. അതായത് ജ്വല്ലറിക്ക് എന്തില്ല അല്ലെങ്കിൽ ബാങ്കിളിന് എന്ത് കിട്ടൂല, ഈ പറഞ്ഞ 0% കിട്ടൂല. അത് ബുള്ളിയൻ മാർക്കറ്റ് ഫോമിലല്ല അല്ലെ. ജ്വല്ലറി, ബാങ്കിൾസ് അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങളൊന്നും എന്തല്ല, ബുള്ളിയൻ ഫോമിലല്ല. ബുള്ളിയൻ ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറുകൾ, ഇൻഗോട്ടുകളൊക്കെയാണ് എന്ത്, ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ കട്ട, ബാർ, അതൊക്കെയാണ് ബുള്ളിയൻ മാർക്കറ്റ് ഫോമിലുള്ളത്. അപ്പൊ ബുള്ളിയൻ മാർക്കറ്റ് ഫോമിൽ ഉണ്ടാവണം, 99% മേലെ പ്യൂരിറ്റി വേണം. രണ്ടാമത് പ്രോപ്പർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ മൂന്നാമത്തത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഈസ് റിക്വയർഡ് ടു പ്രൂവ് ഇറ്റ് ക്വാളിഫൈസ് ആസ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് മെറ്റൽ. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നമ്മളെ കയ്യിൽ വേണം. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ അല്ലെങ്കിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വാറ്റ് റേറ്റ് UAE 0% ആണ് വരിക.
ഓക്കെ. സോ യു എയിൽ വാറ്റ് റേറ്റ് 0% വരുന്നത് അതിനാണ്. ഇനി ബാക്കിയുള്ള ഗോൾഡുകളൊക്കെ നോൺ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനുള്ള ഗോൾഡുകൾ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജ്വല്ലറി, ഓർണമെന്റ്സ്, കളക്റ്റബിൾ ഐറ്റം, അതിനൊക്കെ വാറ്റ് എന്ത് വരും? സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടുള്ള 5% വാറ്റ് വരും. അവിടെ ഒരു വ്യത്യാസവും ഇല്ല, അവിടെ 0% അല്ല. അപ്പൊ ജ്വല്ലറി കടയിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യണ്ട, തല്ലുണ്ടാക്കരുത്. ജ്വല്ലറി വാങ്ങാൻ പോകുന്ന സമയത്ത് വാറ്റിൽ 0 ആണല്ലോ പഠിച്ചത്, നിങ്ങൾ എന്താ വാറ്റ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കരുത്. ജ്വല്ലറിക്കും ഓർണമെന്റ്സിനും ഒന്നുമല്ല ഈ പറഞ്ഞ കണ്ടീഷൻ ബാധകമല്ല. കണ്ടീഷൻ ബാധകമാവുക നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഗോൾഡ് ബാറുകൾ 99% പ്യൂരിറ്റിന്റെ മേലെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ബുള്ളിയൻ മാർക്കറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ എന്തുള്ളൂ? 0% ടാക്സ് റേറ്റ് ഉള്ളൂ. ഓക്കെ. അപ്പൊ അത് പൊതുവേ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ജ്വല്ലറി പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതെ അവർ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുക, അതായത് ഒരു ജ്വല്ലറി വേറൊരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുക സ്മിത്തുകൾ എന്നാണ്. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ എന്താ പറയാ, നമ്മൾ ജ്വല്ലറി പണി എടുക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ സാധാരണ പറയല്ലേ, നമ്മൾ ഗോൾഡ് ബാറൊക്കെ കൊണ്ടുവന്നിട്ട് ജ്വല്ലറിന്റെ ഫോമിലേക്ക് ആക്കി മാറ്റുന്ന ആൾക്കാർ, അവരെ നമ്മൾ അക്കൗണ്ടിങ് ഇതിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൽ നമ്മൾ പറയുക സ്മിത്ത് എന്നാണ്. അപ്പൊ നമ്മൾ ബാർ വാങ്ങിയിട്ട് സ്മിത്തിന് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയാം. സ്മിത്ത് ആണ് എന്ത് ചെയ്യുക, ഈ ബാറുമേ വർക്ക് ചെയ്തിട്ട് ഗോൾഡ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ജ്വല്ലറിനെ എന്ത് ഗോൾഡ് ബാറുകളെ ജ്വല്ലറി ആക്കി മാറ്റുക, ഓർണമെന്റ്സ് ആക്കി മാറ്റുക, ബാംഗിൾസും ചെയിനൊക്കെ ആക്കി മാറ്റുക അവരാണ്. ഓക്കെ. അപ്പൊ അവർ വാങ്ങുന്ന സമയത്താണ് ഈ പൊതുവെ 0% കിട്ടുക. ബാക്കി നമ്മൾ സാധാരണ വാങ്ങുന്ന സമയത്ത് എന്ത് തന്നെ ആയിരിക്കും വരിക? 5% തന്നെ ആയിരിക്കും വരിക. ഓക്കെ. സോ അതാണ് പ്രഷ്യസ് മെറ്റൽസ്, അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസിൽ 0% ടാക്സ് റേറ്റ് വരുന്ന ചാർജ്. ഇനി ഈ ജ്വല്ലറി ബിസിനസ്സിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ലാഭം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്തെങ്കിലാണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ അവരുടെ ഗോൾഡ് അല്ലെങ്കിൽ ആ ഗോൾഡിന്റെ ഫ്ലക്ച്വേഷൻ റേറ്റ് കൊണ്ട് മാത്രമല്ല. ആ ഫ്ലക്ച്വേഷൻ റേറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ജ്വല്ലറി ബിസിനസ്സിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മേക്കിംഗ് ചാർജ് ആണ്. നമ്മൾ പറയില്ലേ, പണിക്കൂലി എന്ന് പറയും അല്ലേ? ഒരു ഗോൾഡിന്റെ പണിക്കൂലി നമ്മൾ പൊതുവേ കാണാറുണ്ട്. ഇത്ര ശതമാനം പണിക്കൂലി, ഇത്ര ശതമാനം പണിക്കൂലി എന്നൊക്കെ ഗോൾഡ് വാങ്ങാൻ പോകുന്നവർക്കും പരിചയമുള്ളവരും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ മേക്കിംഗ് ചാർജ്, അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ മേക്കിംഗ് ചാർജുമായി ബന്ധപ്പെട്ടുള്ള വാറ്റ് റേറ്റ്, മേക്കിംഗ് ചാർജിൽ എന്തില്ല? ഈ പറഞ്ഞ 0% ഇല്ല. ഓക്കെ. മേക്കിംഗ് ചാർജ് 5% വാറ്റ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ. അപ്പൊ മേക്കിംഗ് ചാർജ് ഫോർ ജ്വല്ലറി മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിലും, ഒരു ഓൾറെഡി ഉള്ള ജ്വല്ലറിമേ അല്ലെങ്കിൽ ഉള്ള ഒരു ബാങ്കിൽമേ നമ്മൾ റിഫൈനിങ്ങോ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങോ റിപ്പയറിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിനൊക്കെ എന്താണ്? 5% ആണ് വാറ്റ് വരിക. അപ്പൊ ജ്വല്ലറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 0% വരുന്നതുകൊണ്ട് 5% വാറ്റ് വരുന്നുണ്ട്. 0% വരുന്നത് വേറൊരു കാറ്റഗറി തന്നെയാണ്. 99%ന്റെ മേലെ പ്യൂരിറ്റി ഉള്ള ഗോൾഡോ സിൽവറോ പ്ലാറ്റിനമോ ഓക്കെ, അത്തരത്തിലുള്ള സാധനങ്ങൾ ബുള്ളിയൻ മാർക്കറ്റ് ഫോമിലായിരിക്കണം. ബുള്ളിയൻ മാർക്കറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബാറിന്റെ ഫോമിലായിരിക്കണം, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതിന് മാത്രമേ എന്തുള്ളൂ? ഗോൾഡിൽ 0% അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രഷ്യസ് മെറ്റൽസിൽ ഏതിലും, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഈ 3 മെറ്റൽസിലും 0% ടാക്സ് റേറ്റ് ഉള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ടാക്സ് റേറ്റ് 5% തന്നെയാണ്, ഇൻക്ലൂഡിങ് ഒരു ജ്വല്ലറിയിൽ വരുന്ന മേക്കിംഗ് ചാർജിന് വരെ. മേക്കിംഗ് ചാർജിന് വരെ 5% വാറ്റ് റേറ്റ് വരിക. ഓക്കെ അല്ലേ? സോ അതാണ് 0 റേറ്റിലെ 4 ഉദാഹരണങ്ങൾ. അപ്പൊ നമ്മൾ 4 ഉദാഹരണങ്ങൾ 0 റേറ്റിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ 0 റേറ്റഡ് എന്താന്നുള്ളത് സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. അപ്പോൾ യു എയിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ത്? യു എയിൽ 0 റേറ്റ് ടാക്സ് റേറ്റ് 0 വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും എന്തല്ല? 0 റേറ്റഡിൽ വരുന്നതല്ല. അപ്പൊ ഈ 4 ആൾക്കാരെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ 4 സർവീസുകൾ, അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗുഡ്സ് എന്ന് പറയാനില്ല, ഒക്കെ സർവീസുകളാണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ജ്വല്ലറിന്റെ കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സർവീസുകളാണ്. പൊതുവേ യു എയിൽ സർവീസ് ആയിട്ടാണ് ഈ പറഞ്ഞ 0 റേറ്റഡും എക്സംപ്റ്റഡ് ഒക്കെ കിടക്കുന്നത്. അപ്പൊ 0 റേറ്റഡിൽ നമ്മൾ 4 ആൾക്കാർ പഠിച്ചു. ഈ 4 ആൾക്കാർ മാത്രമേ യു എയിൽ എന്തുള്ളൂ? 0% ടാക്സിലുള്ളതുള്ളൂ. ഓക്കെ. അപ്പൊ യു എയിൽ 0% ടാക്സിന്റെ അല്ലെങ്കിൽ 0 റേറ്റിന്റെ പ്രത്യേകത നമ്മൾ കുറെ വട്ടം പറഞ്ഞതാണ്. ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും മറക്കരുത്. ഓക്കെ. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ കോർ ഏരിയ. അല്ലെങ്കിൽ നമുക്ക് 0 റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിലേക്ക് ആദ്യം വരേണ്ട സിറ്റുവേഷൻ ഇതാണ്. ഔട്ട്പുട്ട് 0 ആണ്, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന എന്താ? അവിടെ ഔട്ട്പുട്ട് ഇല്ല. 0 റേറ്റഡ് എന്നല്ല, അവിടെ ഔട്ട്പുട്ടേ ഇല്ല. ഓക്കെ. ഇപ്പൊ ടാക്സ് റേറ്റേ ഇല്ല എന്ന് മാത്രമല്ല, ടാക്സിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. ആൻഡ് ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാനും പറ്റില്ല. ഇത് എക്സംപ്റ്റഡ്. ഓക്കെ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇത് എക്സംപ്റ്റഡ്
ആൻഡ് ഇത് സീറോ റേറ്റഡ്. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾ പഠിച്ചു, അതിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു, രണ്ടിലും വരുന്ന എക്സാമ്പിൾസും ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. സീറോ റേറ്റഡിൽ വരുന്ന 4 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനി ടൈപ്സ് ഓഫ് സപ്ലൈയിൽ ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് ഡീംഡ് സപ്ലൈ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഓർമ്മ വേണം, നമ്മൾ സപ്ലൈ എന്നുള്ള ഒരു ഡിസ്കഷൻ എന്നാണ് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് അന്ന് ആ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സപ്ലൈനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ ഇനി പ്രാക്ടിക്കൽസ് പഠിക്കുമ്പോൾ എന്താണ് ഈ ഒരു തിയറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിരുന്നു. കാരണം ഇത് നമുക്ക് വേണം അല്ലെ, നമുക്കൊരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം എന്ത്, ഇത് 0% ആണോ ടാക്സ് റേറ്റ് വരിക, ഇതിന് 5% ആണോ ടാക്സ് റേറ്റ് വരിക, അതോ ഇത് എക്സംപ്റ്റഡ് കാറ്റഗറിയിൽ വരുന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, സപ്ലൈ എന്താന്നുള്ളത് പറഞ്ഞത്, അതിലെ ടൈപ്പ് ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓരോ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാലും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നിടത്ത് തൊട്ടാണ് നമ്മൾ വാറ്റ് ശരിക്കും തുടങ്ങുന്നത്. മനസ്സിലായോ? നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം, ഇതിന്റെ ടാക്സ് റേറ്റ് ഇതാണ് വരിക, അല്ലെങ്കിൽ ഇതിന്റെ ടാക്സ് റേറ്റ് ഇതാ വരിക, അല്ലെങ്കിൽ ഇത് ടാക്സിൽ അപ്ലിക്കബിൾ ആവില്ല, അല്ലെങ്കിൽ ഇത് സപ്ലൈ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. സപ്ലൈ ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, സപ്ലൈ അല്ലാത്ത സിറ്റുവേഷൻ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവണം. അതിനാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുന്നത്. അപ്പൊ ആ സ്റ്റെപ്പിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡീംഡ് സപ്ലൈ. ഓക്കെ, ആ സപ്ലൈ എന്നുള്ള ആ ഒരു ഡിസ്കഷന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡീംഡ് സപ്ലൈ. അപ്പൊ എന്ത് ഈ ഡീംഡ് സപ്ലൈ നോക്കാം. ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ്, ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് യു എയിൽ ഒരാൾ എന്ത് ചെയ്തു, അയാളുടെ കടയിൽ നിന്ന് ഒരു ചെരുപ്പ് വിറ്റു. നമുക്കിത് കണ്ടാൽ അറിയാം ഇത് സെയിലാണ്. ഓക്കെ, സെയിലാണ്, ഇതുമ്മേ വാറ്റ് വരും, നമുക്കറിയാം ഇതുമ്മേ വാറ്റ് വരും, ഇത് സെയിലാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് സെയിലാണെന്ന് നമുക്കറിയാം, ഇത് ടാക്സബിൾ സപ്ലൈ ആണ്, അല്ലെങ്കിൽ ടാക്സ് വരുന്നതാണ്. കാരണം നമ്മൾ സീറോ റേറ്റഡിലോ എക്സംപ്റ്റഡിലോ ഒന്നും പഠിച്ചിട്ടില്ല. എന്ത്, ചെരുപ്പ് വിറ്റ് കഴിഞ്ഞാൽ അത് സീറോ റേറ്റഡ് ആണ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണ്, നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഉദാഹരണങ്ങളല്ലാത്ത ബാക്കിയുള്ളതൊക്കെ എന്താണ്, ടാക്സബിൾ സപ്ലൈയിൽ പെടുന്നതാണ്. അപ്പൊ നമുക്കറിയാം എന്ത്, ചെരുപ്പ് വിറ്റ് കഴിഞ്ഞാൽ വാറ്റ് വരും, 5% വാറ്റ് വരും, ടാക്സബിൾ സപ്ലൈന്റെ അണ്ടറിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് നമ്മൾ മെഡിക്കൽ ഷോപ്പ്, ഓക്കെ, ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, യു എയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടുന്ന് മെഡിസിൻ സപ്ലൈ ചെയ്തു. ഓക്കെ, മെഡിസിൻ സപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് വീണ്ടും അറിയാം, മെഡിസിൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, യു എയിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത് സീറോ റേറ്റിന്റെ അണ്ടറിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സീറോ റേറ്റഡ് ആണ് ടാക്സ് റേറ്റ് വരിക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ മെഡിസിൻ വിൽക്കുമ്പോൾ 0% ആയിരിക്കും ടാക്സ് വരിക, അല്ലെങ്കിൽ 0% ആയിരിക്കും വാറ്റ് വരിക, അത് നമുക്കറിയാം. ഇനി വേറൊരു കമ്പനി ഫൈനാൻഷ്യൽ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേറൊരു കമ്പനി അല്ലെങ്കിൽ ബാങ്കിന്റെ ഒരു ഫൈനാൻഷ്യൽ സർവീസ്, ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് എക്സംപ്റ്റഡ് സർവീസ് ആണെന്ന് നമുക്കറിയാം. എക്സംപ്റ്റഡ് സർവീസിന്റെ അണ്ടറിലാണ് വരിക. അവിടെയും വാറ്റ് ഉണ്ടാവില്ല, സീറോ റേറ്റഡ് എന്നല്ല, അവിടെ വാറ്റേ ഇല്ല, അത് നമുക്കറിയാം. അപ്പൊ ഫൈനാൻഷ്യൽ സർവീസ് കണ്ടു കഴിഞ്ഞാലും നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് ഒരുവിധം ട്രാൻസാക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് ഏത് കാറ്റഗറിയിൽ പെടും, 5%-ലാണോ 0%-ലാണോ എക്സംപ്റ്റഡിലാണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഏകദേശം അറിയാം. ഓരോ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും. എന്നാൽ ചില ട്രാൻസാക്ഷൻസ്, ഓക്കെ, ചില ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് വാറ്റേ ഇല്ലാത്ത ട്രാൻസാക്ഷൻ ആണ്, ഈ ട്രാൻസാക്ഷൻ എന്തില്ല, വാറ്റേ വരൂല നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെ നമ്മൾ വിചാരിച്ചു വെക്കുന്ന ചില ട്രാൻസാക്ഷൻസ് യു എയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാറ്റിന്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാ, ചില ട്രാൻസാക്ഷൻസ്, ഓക്കെ, കൺസിഡേർഡ് സപ്ലൈ ഫോർ വാറ്റ് പർപ്പസ് ഈവൻ ഇഫ് നോ സെയിൽ ഹാസ് ബീൻ ടേക്ക് പ്ലേസ്. അപ്പൊ ചില ട്രാൻസാക്ഷൻസിൽ സെയിൽ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. പൊതുവേ നമ്മൾ പഠിക്കുക എങ്ങനെ, വാറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ നടക്കണം നമ്മൾ പറയാം, അല്ലെ, സപ്ലൈ അല്ലെങ്കിൽ സെയിൽ എന്നുള്ള വാക്കാണ് നമ്മൾ ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന. സെയിൽ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാറ്റിന്റെ ലാംഗ്വേജിൽ നമ്മൾ എന്താ പറയാ, സപ്ലൈ എന്നാ പറയാം. അപ്പോൾ സപ്ലൈ അല്ലെങ്കിൽ സെയിൽ നടക്കുന്നില്ലെങ്കിൽ വാറ്റ് വരൂല എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ ചില ട്രാൻസാക്ഷൻസ് യു എയിൽ ചില ട്രാൻസാക്ഷൻസ് സെയിൽ ആയിട്ടില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവിടെ ഒരു സെയിൽ നടക്കുന്നില്ലെങ്കിൽ കൂടി അവിടെ വാറ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കമ്പനിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസും നമുക്ക് നോക്കണം. നമ്മൾ പൊതുവെ എന്താ വിചാരിക്കുക, കമ്പനിയിൽ നടക്കുന്ന സെയിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുക, അല്ലെ, സെയിൽസ് മാത്രം ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് സെയിൽ നടക്കുന്നുണ്ടോ, ഓക്കെ, സെയിൽസ് നടക്കുന്നുണ്ടോ, വാറ്റ് വരും, സെയിൽസ്, അങ്ങനെയല്ല. കമ്പനിയിൽ നടക്കുന്ന മൊത്തം ട്രാൻസാക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് കമ്പനിയിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നോക്കുക, അവിടുത്തെ ഔട്ട്പുട്ട് ഇൻപുട്ട് നമുക്ക് എല്ലാത്തിലും കൂടി ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചില ട്രാൻസാക്ഷൻസ് സെയിൽ അല്ലെങ്കിൽ കൂടിയും അതിനെന്ത് വരും, വാറ്റ് വരും, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ വാറ്റ് കൊടുക്കണം. ആ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡീംഡ് സപ്ലൈ. ഓക്കെ,
ആ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഡീംഡ് സപ്ലൈ. അപ്പൊ ഡീംഡ് സപ്ലൈ എന്നുള്ള പേര് തന്നെ ഉണ്ട്. സപ്ലൈ പോലെ ഡീം ചെയ്യാറ് അതുപോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ സപ്ലൈ പോലെ ആക്കുന്നു. അതായത് സെയിൽ ഇല്ലെങ്കിൽ കൂടിയും വാറ്റ് കൊടുക്കേണ്ട ട്രാൻസാക്ഷൻസ്, അതാണ് ഡീംഡ് സപ്ലൈയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ എക്സാമ്പിള്, ഗുഡ്സ് ഓർ സർവീസ് ഗിവൺ ഫോർ ഫ്രീ. അപ്പോ സപ്ലൈന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് വേറൊരാൾക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നു, തിരിച്ച് അയാൾക്ക് എന്ത് കിട്ടുന്നു? കൺസിഡറേഷൻ കിട്ടുന്നു. ആ കൺസിഡറേഷൻ മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനം വിൽക്കുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? പൈസ കിട്ടുന്നു. അതാണ് നമ്മൾ സപ്ലൈ, അല്ലെ? അതാണ് ഏറ്റവും ഏറ്റവും ചെറിയ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു സാധനം ഒരാൾക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സർവീസ് ഒരാൾക്ക് കൊടുക്കുന്നു, അയാൾ തിരിച്ച് എനിക്ക് പൈസ തരുന്നു. ഈ ഒരു സാധനത്തെ നമ്മൾ ഇംഗ്ലീഷിൽ ലാംഗ്വേജിൽ വാറ്റ് ഡെഫിനേഷൻ ആക്കി പറഞ്ഞായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗുഡ്സ് സർവീസ് കൊടുക്കുന്നു, 2 പേഴ്സൺസ് ഉണ്ടാവുന്നു, കൺസിഡറേഷൻ തിരിച്ചു കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചാണ്. പക്ഷേ ചില ട്രാൻസാക്ഷൻസ്, അതായത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രാൻസാക്ഷൻ്റെ അവിടെ തിരിച്ച് കൺസിഡറേഷൻ ഒന്നും കിട്ടുന്നില്ല, അല്ലെ? ഇപ്പൊ ഞാൻ ഒരാൾക്ക് എന്ത് ചെയ്തു? ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. അയാൾ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും തരണം, അല്ലെ? നമ്മൾ അതിനെ വിളിച്ച പേരെന്താ? കൺസിഡറേഷൻ എന്നാ പറഞ്ഞത്, അല്ലെ? ആ കൺസിഡറേഷൻ മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം. മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൈസ, അല്ലെ? ഒരു സാധനം ഞാൻ ഒരാൾക്ക് വിറ്റാൽ തിരിച്ചു തരുന്നത് മോണിറ്ററി കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പൈസ. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ തിരിച്ചെന്തുണ്ടാവില്ല? ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ഞാനൊരു കസ്റ്റമർ വന്നു, അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. അപ്പൊ നമ്മുടെ ചോദ്യം, ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുത്താൽ അതിന് വാറ്റ് വരുമോ എന്നുള്ളതാണ്. കാരണം വാറ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തിരിച്ച് കൺസിഡറേഷൻ കിട്ടണം, തിരിച്ച് ആളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണം. എങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളൂ? വാറ്റ് വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. പക്ഷേ UA വാറ്റ് പറയുന്നു, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ ഫ്രീ ആയി കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? വാറ്റ് വരും. എപ്പോ? ഇഫ് യു ഹാവ് പ്രീവിയസ്ലി റിക്കവേർഡ് ഇൻപുട്ട് വാറ്റ് ഓൺ ദം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ്, ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെരുപ്പ്, ഇതൊരു ചപ്പലാണ്, ഒരു ചപ്പല് ചെരുപ്പിന്റെ കമ്പനിയാണ്. നമ്മളൊരു ചെരുപ്പ് എന്ത് ചെയ്തു? ഒരാൾ കസ്റ്റമർ വന്നു, ആ കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. നീ ചപ്പൽ എന്ത് ചെയ്തോ? ഫ്രീ ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നമ്മൾ എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് ചപ്പൽ കൊടുത്തു. അയാളെ ഹാപ്പി ആയിട്ട് ആ ചപ്പലും കൊണ്ട് എന്ത് ചെയ്തു? നമ്മളെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ FTA അല്ലെങ്കിൽ വാറ്റ് ഫയൽ ചെയ്യാനായ സമയത്ത് നമ്മൾ ഈ ചെരുപ്പ് വിറ്റത് ഏകദേശം ഒരു 100 ദിർഹത്തിനാണ്. ഓക്കെ, 100 ദിർഹത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ചെരുപ്പ് വിറ്റ്. നമ്മൾ FTA എന്ത് ചെയ്തില്ല? ഈ ഒരു ട്രാൻസാക്ഷൻ കാണിച്ചില്ല. ഇതിന്റെ പേരിൽ നമ്മൾ വാറ്റ് കൊടുക്കുകയാണെങ്കിൽ 100 × 5% വാറ്റ് നമ്മൾ കൊടുക്കണം, അല്ലെ? പക്ഷെ നമ്മൾ വാറ്റ് കൊടുത്തില്ല. കാരണം എന്താ? ഇയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ ഒന്നും തിരിച്ചു വാങ്ങിയിട്ടില്ല. ഫ്രീ ആയിട്ട് കൊടുത്ത സർവീസ് അല്ലേ, അതിന് വാറ്റ് വരില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാറ്റ് കൊടുത്തില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ചപ്പൽ പർച്ചേസ് ചെയ്ത സമയം ഉണ്ടല്ലോ, ഓക്കെ, നമ്മൾ ഈ ചപ്പൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവല്ലോ. ഏർലിയർ ഈ ചപ്പൽ നമ്മളെ സ്റ്റോപ്പിൽ എത്തണം, നമ്മളെ ഷോറൂമിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടച്ച ടാക്സ് ഉണ്ട്, ഇത് ഇൻപുട്ട് ടാക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇൻപുട്ട് ടാക്സ്. ഈ ഇൻപുട്ട് ടാക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാറ്റിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ക്ലെയിം ചെയ്യാറ് കഴിഞ്ഞാൽ വാറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പർച്ചേസ് ചെയ്ത ടാക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കാൻ പറ്റും. അതാണ് വാറ്റിന്റെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. വാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ് ആണ്. വാറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ അഡീഷൻ ചെയ്യുന്ന സമയത്ത്, ഔട്ട്പുട്ട് ആവുന്ന സമയത്ത് വാറ്റ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അടച്ച ഇൻപുട്ട് ടാക്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. അതേ പോയിന്റിന് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ചെരുപ്പ് വിൽക്കുന്ന ആള്, അയാൾ പർച്ചേസ് ചെയ്ത സമയത്ത് അയാൾ അടച്ച ഇൻപുട്ട് ടാക്സ് മുഴുവൻ അയാൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ വിൽക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ വാറ്റ് വരും. അത് വാറ്റ് വരുന്നത് ഡീംഡ് സപ്ലൈ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഈവൻ ദോ നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ട്രാൻസാക്ഷൻ വാറ്റിൽ കാണിച്ചിട്ട് അതിന്റെ പേരിൽ 5% ടാക്സ് നമ്മൾ നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? റീസൺ, നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്തതുകൊണ്ടാണ്. അപ്പോ എന്താ അതിന്റെ ലോജിക്ക്? നമുക്ക് ഗവൺമെന്റ് ഇൻപുട്ട് തരുന്നതിന്റെ ലോജിക്ക് എന്താ? ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ടാക്സ് അടിച്ചു. ആ ടാക്സ് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇൻപുട്ട് ടാക്സ്. അത് നമുക്ക് നമ്മുടെ വാറ്റ് റിട്ടേണിൽ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പൊ അത് ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരുന്നതിന്റെ ലോജിക്ക് എന്താ?
ലോജിക്ക് ഒന്നുമില്ല. നമ്മൾ ഈ സാധനം വിൽക്കുന്ന സമയത്ത് ഗവൺമെന്റിന് ഔട്ട്പുട്ട് ടാക്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് തരുന്നത്, നമുക്ക് ഇൻപുട്ട് തരുന്നത് അല്ലെ. ഈ സാധനം നമ്മൾ അടുത്ത ദിവസം വിൽക്കുന്ന സമയത്ത് ഗവൺമെന്റിലേക്ക് ഔട്ട്പുട്ട് ടാക്സ് എത്തിച്ചേരും എന്ന് ഉറപ്പിച്ചിട്ടാണ് ഗവൺമെന്റ് തരുന്നത്. നിങ്ങൾ ഓൾറെഡി അടച്ച ടാക്സ് ഒക്കെ അതാ ക്ലെയിം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ടാക്സ് നമുക്ക് തരുന്നത്. കാരണം ഗവൺമെന്റിലേക്ക് എന്ത് പോകാണ്ട്, ഔട്ട്പുട്ട് പോകാനുണ്ട്. നമ്മളൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് എടുത്തു, ഞാനൊരു സാധനം ഇൻപുട്ട് എടുത്ത് കമ്പനിയിൽ ഇൻപുട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഐ മീൻ ഒരു പർച്ചേസ് ചെയ്ത സാധനത്തിന്റെ പേരിൽ ഇൻപുട്ട് ഞാൻ എടുത്തു. പക്ഷേ ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് എത്തിയതുമില്ല, ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്തും പോയി. അപ്പൊ ഗവൺമെന്റ് നഷ്ടമല്ലേ, ടാക്സ് എമൗണ്ട് നഷ്ടമല്ലേ? ആണ്. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞത് അങ്ങനെ ടാക്സ് നഷ്ടമാവാൻ പറ്റില്ല. അത്തരം ട്രാൻസാക്ഷൻസ് നിങ്ങൾ ഡീംഡ് സപ്ലൈ ആയിട്ട് കാണിക്കണം. ഡീംഡ് സപ്ലൈ ആയിട്ട് കാണിച്ചിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് വാറ്റ് 5% ടാക്സ് അടക്കണം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ കമ്പനിയിലെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ആ പ്രൊഡക്റ്റിന് നമ്മൾ ഒരിക്കലും എന്തെടുക്കാൻ പാടില്ല, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഔട്ട്പുട്ടും കാണിക്കണം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻപുട്ട് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം. അത് ക്ലെയിം ചെയ്ത ഇൻപുട്ട് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യാം. എങ്ങനെയാന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് പറയാം, എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കലും ഇൻപുട്ട് റിവേഴ്സ് ചെയ്യലൊക്കെ. ഒന്നുമില്ല, നമ്മൾ സൈറ്റിനകത്ത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, തിരിച്ചെന്ത് ചെയ്യും, ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ രണ്ട് ഓപ്ഷൻ നമുക്ക് ചെയ്യാം. പക്ഷെ എപ്പോഴും ഔട്ട്പുട്ട് അല്ലെങ്കിൽ വാറ്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് എത്തിച്ചേരണം. സോ ഡീംഡ് സപ്ലൈയിൽ ആദ്യത്തെ ഉദാഹരണം ഗുഡ്സ് ഓർ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്താണ്. വൈ ദിസ്, എന്തുകൊണ്ടാണ് ഇത്? ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇൻപുട്ടിന്റെ അബ്യൂസ് നടക്കാതിരിക്കാൻ, അതായത് ഇൻപുട്ട് ആൾക്കാർ ക്ലെയിം ചെയ്ത് ഗവൺമെന്റിനെ പറ്റിക്കാതിരിക്കാൻ. എങ്ങനെ ഗവൺമെന്റിനെ പറ്റിക്കുക? സിമ്പിൾ അല്ലേ. ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, കുറെ പ്രൊഡക്റ്റ് ഞാൻ കമ്പനിയിലേക്ക് വാങ്ങി. നമ്മളെ ഉദാഹരണത്തിലുള്ള പോലെ തന്നെ ചപ്പൽ വാങ്ങി, കുറെ ചപ്പൽ വാങ്ങി. ഓക്കെ, ചപ്പൽ വാങ്ങി ഞാൻ എന്ത് ചെയ്തു, ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ടു. എൻ്റെ കമ്പനിയിൽ ഫാക്ടറിയിൽ ചപ്പൽ വാങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിനോട് പറഞ്ഞു, ഇത്ര ദിർഹത്തിന്റെ ചപ്പൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതും ഇത്ര എമൗണ്ട്, ഒരു 10,000 ദിർഹം വാറ്റ് അടച്ചിട്ടുണ്ട്. ഓക്കെ, വാറ്റ് അടച്ചിട്ടാണ് ഞാൻ ഈ ചപ്പൽ വാങ്ങിയിട്ടത്. ഓക്കെ, ഈ 10,000 ദിർഹത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഇൻപുട്ട് വാറ്റ് അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് വാറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ്. അപ്പൊ നമ്മൾ അക്കൗണ്ടിനോട് പറഞ്ഞത്, ഈ 10,000 വാറ്റും ഈ 10,000 ദിർഹവും എന്ത് ചെയ്തോ, അടുത്ത വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ക്ലെയിം ചെയ്തോ. അതായത് വാറ്റ് റിട്ടേണിൽ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കാം. അപ്പൊ അക്കൗണ്ടന്റ് അതേപോലെ ചെയ്തു, ക്ലെയിം ചെയ്തു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെരുപ്പ് വിൽക്കണം അല്ലെ. ഫാക്ടറി കൊടുത്തിട്ടാ പോരാ, ഇത് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടാണ്, നമ്മളിത് വിൽക്കണം. വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഔട്ട്പുട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഗവൺമെന്റ് ഇതിന് കാത്തിരിക്കുകയാണ്, നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് അടക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു അതിബുദ്ധി കാണിച്ചു. നമ്മൾ എന്ത് ചെയ്തു, ഈ ചെരുപ്പ് വിൽക്കുന്ന പോലെ കാണിക്കേണ്ട, പകരം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു സുഹൃത്തിന് എന്ത് ചെയ്തു, കുറെ ഗിഫ്റ്റാണ് കൊടുത്തു. ഓക്കെ, ഗിഫ്റ്റ് കൊടുത്തു, കുറെ എന്ത് ചെയ്തു, ഗിഫ്റ്റ് പോലെ കാണിച്ചു. സുഹൃത്തിന് ഇപ്പൊ ഒരു 50,000 ഒരു 100 ബോക്സ് ആയിരുന്നു നമ്മൾ ചപ്പൽ കൊടുത്തിരുന്നത്. അതിലൊരു 10 ബോക്സ് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 ബോക്സ് നമ്മൾ ഒരു സുഹൃത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഗിഫ്റ്റ് കൊടുത്തു. വേറൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് അയാൾക്കും കൊടുത്തു 10 ബോക്സ്. ഓക്കെ, അപ്പൊ തന്നെ എത്രയായി, 20 ബോക്സ് കംപ്ലീറ്റ് ആയി. ബാക്കി ഇനി 80 ബോക്സേ ഉള്ളൂ. അപ്പൊ 20 ബോക്സ് നമ്മൾ എന്ത് ചെയ്തു, 2 സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഈ ഗിഫ്റ്റ് കൊടുത്ത് ശരിക്കും എന്തല്ല, നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതല്ല, നമ്മൾ സുഹൃത്തിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പൈസ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങി, പൈസ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ആയിട്ട് വാങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്ക് വിറ്റതാണ്, സാധനം വിറ്റതാണ്. വാറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാങ്ക് ത്രൂ പേയ്മെന്റ് വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ആയിട്ട് വാങ്ങി, അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ നടത്തി. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തി. നമ്മൾ എന്ത് ചെയ്തു, സാധനം സ്റ്റോക്കിൽ നിന്ന് പോവുകയും ചെയ്തു. കാരണം എന്താ, സാധനം 10 ബോക്സ് ഗിഫ്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോക്ക് ഔട്ട് അടിക്കും അല്ലെ, സ്റ്റോക്കിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ സ്റ്റോക്കിൽ നിന്ന് പോയിട്ടുണ്ട് സാധനം, പക്ഷെ എന്തായിട്ടില്ല, സെയിൽ കാണിച്ചിട്ടില്ല. പകരം നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചു, ഗിഫ്റ്റ് കാണിച്ചു, അല്ലെങ്കിൽ ഡൊണേഷൻ കാണിച്ചു. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റോ ഡൊണേഷനൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ഗവൺമെന്റ് പറഞ്ഞു അത് പോസിബിൾ അല്ല. നിങ്ങൾ അങ്ങനെ ഗിഫ്റ്റോ ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇവിടെ ക്ലെയിം ചെയ്ത 10,000 വാറ്റ് അല്ലെങ്കിൽ 10,000 ദിർഹംസ് ഉണ്ടല്ലോ, വാറ്റ് ഇൻപുട്ട് ടാക്സ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗിഫ്റ്റ് കൊടുത്ത പ്രൊഡക്റ്റും ഉണ്ടല്ലോ, ഈ ഗിഫ്റ്റ് കൊടുത്ത പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ട് വാറ്റ് 5% ആയിട്ട് ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അടക്കണം.
ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻപുട്ട് ടാക്സിന്റെ അബ്യൂസ്, അല്ലെങ്കിൽ ആൾക്കാർ ഇൻപുട്ട് ടാക്സ് എടുത്തിട്ട് ഔട്ട്പുട്ട് അടക്കാതിരിക്കാൻ വേണ്ടി പറ്റിക്കുന്ന ഈ പരിപാടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഡീംഡ് സപ്ലൈയിൽ ആദ്യത്തെ ഉദാഹരണം ഗുഡ്സ് ഓർ സർവീസ് ഗിവൺ ഫോർ ഫ്രീ. അപ്പൊ ഫ്രീ കൊടുക്കുന്ന സമയത്ത് കമ്പനി ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കണം, ആ പ്രൊഡക്റ്റിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, സോ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ. സോ അതിന്റെ എക്സാമ്പിൾസ് ഗിവ് അവേ മൊബൈൽ ഫോൺസ് ടു ക്ലയൻസ്, നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഗിവ് അവേ കൊടുക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ടിങ് പെർഫ്യൂംസ് ഫ്രീ ഇൻ ദ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. പെർഫ്യൂംസ് ഒക്കെ എന്ത് ചെയ്യും, ചില ആൾക്കാർ പെർഫ്യൂംസ് എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് ക്യാമ്പയിനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. പെർഫ്യൂംസ് ടെസ്റ്റ് കൊടുക്കുന്ന അതല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരു പെർഫ്യൂം ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ടെസ്റ്റ് പെർഫ്യൂം ഉണ്ടാവും അല്ലെ, നമുക്ക് ജസ്റ്റ് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പെർഫ്യൂം തരും. അതിനെ കുറിച്ചല്ല ഡിസ്കസ് ചെയ്യുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പെർഫ്യൂം കമ്പനിയാണ്. ഓക്കെ, ഈ പെർഫ്യൂം കമ്പനി നമ്മൾ കുറെ പെർഫ്യൂം എന്ത് ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പെർഫ്യൂമിന്റെ അകത്തുള്ള ഒരു ഓയിൽ ഉണ്ടാവും അല്ലെ, പെർഫ്യൂമിനകത്തൊരു ഓയിൽ ഉണ്ടാവും. ഇത് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തായിരിക്കും, പർച്ചേസ് ചെയ്തായിരിക്കും. ഈ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വാറ്റ് അടച്ചിട്ടുണ്ടാവും. ഈ വാറ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഇൻപുട്ട് വാറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പെർഫ്യൂം നമ്മൾ എന്ത് ചെയ്യണേ, വേറൊരാൾക്ക് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. നമ്മൾ അങ്ങ് എന്ത് ചെയ്തു, ഓരോരുത്തർക്ക് ഓരോ പീസ് വെച്ചാണ് ഫ്രീ ആക്കി കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്, പർച്ചേസ് നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ഇൻപുട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്തു. ഇവിടെ ഔട്ട്പുട്ട് ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം ഫ്രീ ആവുന്ന സമയത്ത് എന്തല്ല, സപ്ലൈ അല്ല. സപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, തിരിച്ച് കൺസിഡറേഷൻ എന്തെങ്കിലും കിട്ടണം, അതായത് പൈസ എന്തെങ്കിലും കിട്ടണം. ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തുണ്ടാവില്ല, പൈസ ഇങ്ങോട്ട് കിട്ടൂല. അപ്പൊ അവിടെ സപ്ലൈ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാണിച്ചില്ല, ഔട്ട്പുട്ട് കാണിച്ചില്ല. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞത് ഇത് പോസിബിൾ അല്ല, ഈ ട്രാൻസാക്ഷൻ പോസിബിൾ അല്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീംഡ് സപ്ലൈ ആയിട്ട് വാറ്റ് കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം ക്ലാസിക് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ഉദാഹരണം പല ആൾക്കാരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് പേഴ്സണൽ യൂസ് ഓഫ് ബിസിനസ് അസറ്റ്. നമ്മളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണിത്. പേഴ്സണൽ അസറ്റിനെ അല്ലെങ്കിൽ ബിസിനസ് അസറ്റിനെ പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർ യൂസ് ചെയ്യുക. അവിടെ ഇതേ പ്രശ്നം തന്നെയാണ്. അവിടെ എന്താ പ്രശ്നം, ഇൻപുട്ടിന്റെ അബ്യൂസ് ആണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു AC പർച്ചേസ് ചെയ്യണം. എൻ്റെ റൂമിലേക്ക് ഒരു AC പർച്ചേസ് ചെയ്യണം. എനിക്ക് UAE ഒരു കമ്പനി ഉണ്ട് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു AC വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വാറ്റ് ഉണ്ടാവും അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് വാറ്റ് ഉണ്ടാവും. ആ വാറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. പേഴ്സണൽ എനിക്ക് എൻ്റെ പേരിൽ വാറ്റ് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇൻപുട്ടായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമ്പനീന്റെ പേരിൽ ബില്ലടിച്ചു. കമ്പനീന്റെ പേരിൽ ബില്ലടിച്ചിട്ട് കമ്പനീന്റെ പേരിൽ പർച്ചേസ് നടത്തി. കമ്പനീന്റെ പേരിൽ പർച്ചേസ് നടത്തുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് എന്തുണ്ട്, വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് ഈ പർച്ചേസ് ചെയ്ത AC മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ AC കൊണ്ടുവന്നിട്ട് എൻ്റെ റൂമിൽ വെച്ചു. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്, കമ്പനീന്റെ പേരിൽ ബില്ലടിച്ചു, എന്നിട്ട് നമ്മുടെ സ്വന്തം റൂമിൽ കൊണ്ടുവന്നിട്ട് AC വെച്ചു. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ബിസിനസ് അസറ്റിനെ പേഴ്സണൽ യൂസേജിന് വേണ്ടി യൂസ് ചെയ്യാണ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയും ഡീംഡ് സപ്ലൈസിന്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ പേഴ്സണൽ യൂസേജ് ഓഫ് ബിസിനസ് അസറ്റും ഡീംഡ് സപ്ലൈസിലാണ് വരിക. അതിന്റെ റീസൺ എന്താ, സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ. അതായത് ഇൻപുട്ടിനെ നമ്മൾ അബ്യൂസ് ആയിട്ട് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻപുട്ടിനെ നമ്മൾ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടാൻ പാടില്ലാത്ത ഇൻപുട്ടുകൾ നമ്മൾ അൺഎത്തിക്കലി എടുക്കുകയാണെന്ന് ഗവൺമെന്റ് തോന്നിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ട്രാൻസാക്ഷനെ ഡീംഡ് സപ്ലൈന്റെ അണ്ടറിൽ പിടിച്ചിട്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പേഴ്സണൽ യൂസേജിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുകയോ ആ പർച്ചേസ് ചെയ്ത സാധനത്തിന് ഇൻപുട്ട് എടുക്കാനോ പാടില്ല. ഇനി വേറൊരു ട്രാൻസാക്ഷൻ പറയട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ AC നമ്മൾ പർച്ചേസ് ചെയ്തു. ഈ AC പർച്ചേസ് ചെയ്തത് കമ്പനീന്റെ പേരിലാണ്. കമ്പനീന്റെ പേരിലാണ് AC പർച്ചേസ് ചെയ്തത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഈ AC മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തില്ല. ഞാൻ ഇത് എന്ത് ചെയ്തു, എൻ്റെ പേഴ്സണൽ യൂസേജിന് വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ വല്ല കുഴപ്പമുണ്ടോ, ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പേഴ്സണൽ യൂസേജിന് വേണ്ടി കൊണ്ടുപോയിക്കോ. ഇവിടെ അക്കൗണ്ട്സ് റിലേറ്റഡ് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അക്കൗണ്ട്സ് റിലേറ്റഡ് കാരണം ഈ ഫിക്സ്ഡ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് പേഴ്സണൽ യൂസേജിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ACനെ നമ്മളെ കമ്പനിയിൽ നിന്ന് സെയിൽ അടിച്ചിട്ട് ഒഴിവാക്കുകയൊക്കെ വേണ്ടി വരും. അത് അക്കൗണ്ട്സ് സൈഡാണ്. വാറ്റിന്റെ സൈഡിൽ എന്തില്ല, ഒരു കുഴപ്പമില്ല. കാരണം എന്താ, വാറ്റിന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുഴപ്പമില്ല, പേഴ്സണൽ യൂസേജിന് വേണ്ടി യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ പലരും എന്താ ചെയ്യുക വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ കേസിലൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തുക. എന്താ കമ്പ്യൂട്ടറിന്റെ കേസിൽ തട്ടിപ്പെടുത്തുക? ആൾക്കാർ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു മാക് ബുക്ക് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഏതെങ്കിലും ഒരു മാക് ബുക്കോ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് അവർക്ക് വേണ്ടി വരും. അപ്പോൾ അവർ സ്വന്തമായിട്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് വരും, വാറ്റ് വരും. ഓക്കെ, വാറ്റ് വരും. അപ്പോൾ വാറ്റ് അടക്കമായിരിക്കും അവർ കൊടുത്തിട്ട് വാങ്ങുക. അങ്ങനെ വാറ്റ് അടക്കം കൊടുത്തിട്ട് വാങ്ങാൻ അവർക്ക് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. കാരണം ഈ വാറ്റ് എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടൂല. കാരണം അവർക്ക് പേഴ്സണലി വാറ്റ് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാറ്റ് തിരിച്ചു കിട്ടൂല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ ലാപ്ടോപ്പ് നേരെ എന്ത് ചെയ്യും, കമ്പനീന്റെ പേരിൽ പർച്ചേസ് ചെയ്യും. കമ്പനീന്റെ പേരിൽ ബില്ലടിച്ചിട്ട് ലാപ്ടോപ്പ് കമ്പനീന്റെ പേരിൽ പർച്ചേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, കമ്പനിയിൽ ഈ സാധനം വന്ന് ഒരു ദിവസം നിൽക്കില്ല, അപ്പോൾ എന്ത് ചെയ്യും, വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകും. ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ ഉപയോഗിക്കും. അതായത് കമ്പനീന്റെ ഫിക്സ്ഡ് അസറ്റിന്റെ ലിസ്റ്റിൽ പോലും ഈ സാധനം ചില ആൾക്കാർ ഉൾപ്പെടുത്തൂല. ചില ആൾക്കാർ ഫിക്സ്ഡ് അസറ്റിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും, ബട്ട് സ്റ്റിൽ അത് യൂസ് ചെയ്യുക പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീംഡ് സപ്ലൈസിന്റെ അണ്ടറിലാണ്. അത്തരം സാധനം നിങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. ഇൻപുട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യണം, അതിനെ ഒരു സെയിലായിട്ട് കാണിച്ചിട്ട് അതിന്റെ പേരിൽ വാറ്റ് അടക്കണം. വാറ്റ് അടച്ചിട്ട് എന്ത് ചെയ്തോളൂ, എടുത്തുകൊണ്ടേക്കോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്ത് ഈ ഇൻപുട്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. ഓക്കെ, സോ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പേഴ്സണൽ യൂസ് ഓഫ് ബിസിനസ് അസറ്റ്. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ റീറ്റെയിനിങ് ഗുഡ്സ് ആഫ്റ്റർ ഡീ രജിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഡീംഡ് സപ്ലൈ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സിംപ്ലി ചില ട്രാൻസാക്ഷൻസിന് സെയിൽ അല്ലെങ്കിൽ കൂടിയും, അവിടെ സെയിൽ, ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നും സെയിൽ നടക്കുന്നില്ല അല്ലേ? ഇവിടെയൊക്കെ സെയിൽ നടക്കുന്നില്ലല്ലോ. ഗുഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുക സെയിൽസ് അല്ല. അതുപോലെ പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് ബിസിനസ് അസറ്റ് യൂസ് ചെയ്യല് സെയിൽസ് അല്ല. അങ്ങനെ സെയിൽസ് അല്ലെങ്കിൽ കൂടിയും അവിടെയൊക്കെ വാറ്റ് വരുന്ന ചില ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെയാണ് എന്തിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഡീംഡ് സപ്ലൈന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുക. അതിൽ മൂന്നാമത്തെ ഉദാഹരണമാണ് എന്ത്, റീറ്റെയിനിങ് ഗുഡ്സ് ആഫ്റ്റർ ഡീ രജിസ്ട്രേഷൻ. അപ്പൊ വാറ്റിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഡീ രജിസ്ട്രേഷൻ. വാറ്റ് രജിസ്ട്രേഷൻ, ഒരാൾ വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അയാൾ വാറ്റിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന ആ പരിപാടിനെ പറയുന്ന പേരെന്താ, ഡീ രജിസ്ട്രേഷൻ. ഞാൻ വാറ്റിന്റെ രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിഞ്ഞു പോവാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീ രജിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾ ഡീ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഡീ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയിൽ ഡീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കുറെ ഗുഡ്സ് ഉണ്ടാവും അല്ലെ? അതിന് നമ്മൾ പറയുന്ന പേരാണ് റീറ്റെയിനിങ് ഗുഡ്സ്. ഓക്കെ, ഇപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയും കാലം വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരുന്നു, വാറ്റുള്ള രജിസ്ട്രേഷൻ ഉള്ള കമ്പനി ആയിരുന്നു, വാറ്റുള്ള കമ്പനി ആയിരുന്നു. അവരുടെ എന്തോ കാരണങ്ങളാൽ അവരെന്ത് ചെയ്യാണ്, വാറ്റിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് ഇനി മുതൽ വാറ്റ് ഡീ രജിസ്റ്റേർഡ് കമ്പനിയാണ്, വാറ്റിൽ രജിസ്ട്രേഷൻ ഇല്ല. അപ്പൊ അവർ ഈ വാറ്റിന്റെ രജിസ്ട്രേഷൻ സിറ്റുവേഷനിൽ നിന്ന് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കമ്പനിയിൽ എന്തുണ്ടാവും, കുറെ പ്രൊഡക്ട്സ് ബാക്കി ഉണ്ടാവും അല്ലെ? ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ, റീറ്റെയിൻ ഗുഡ്സ്. ഈ ഗുഡ്സുമൊക്കെ ഇൻപുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനെ ഡീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ പേരിലൊക്കെ ഔട്ട്പുട്ട് ടാക്സ് അടക്കണം. എങ്ങനെയാ? അപ്പൊ ഒരു കമ്പനി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, വാറ്റിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അവർ വാറ്റ് രജിസ്ട്രേഷൻ ഒഴിവാക്കുകയാണ്, ഡീ രജിസ്ട്രേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഡീ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്, അവരുടെ കമ്പനിയിലുള്ള ബാലൻസ് ഉള്ള എല്ലാ സ്റ്റോക്കും ചെക്ക് ചെയ്യുക. അതിനെ നമ്മൾ റീറ്റെയിനിങ് ഗുഡ്സ് എന്നാ പറയാം. ആ സ്റ്റോക്ക് മുഴുവൻ നോക്കുക, ആ സ്റ്റോക്കുമിലൊക്കെ ഇൻപുട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. സ്റ്റോക്ക് ആൻഡ് അസറ്റ്സ് രണ്ടും. ഓക്കെ, സ്റ്റോക്ക് ആൻഡ് അസറ്റ് വിച്ച് ഇൻപുട്ട് വാസ് പ്രീവിയസ്ലി ക്ലെയിംഡ്, അതായത് ഈ വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇൻപുട്ട് ക്ലെയിം ചെയ്ത് വെച്ച സാധനങ്ങളായിരിക്കും. അങ്ങനെ ഇൻപുട്ട് ക്ലെയിം ചെയ്ത് വെച്ച പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പേരിലൊക്കെ ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ സ്വമേധയ ബില്ലടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5% കാണിക്കണം. അതിന്റെ റീസൺ എന്താ, സിമ്പിൾ അല്ലേ? അതിന്റെ റീസൺ എന്തായിരിക്കും, നമ്മൾ വാറ്റ് രജിസ്റ്റേർഡ് ആയിരുന്ന സിറ്റുവേഷൻ. ഓക്കെ, അതാലോചിച്ച് നോക്ക്. വാറ്റ് രജിസ്ട്രേഷൻ ഉള്ള സമയത്ത് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി, കുറെ പ്രൊഡക്ട്സ് വാങ്ങി. ആ വാങ്ങിയതുമൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇൻപുട്ട് ക്ലെയിം ചെയ്തു, അതായത് ഞാൻ അടച്ച ടാക്സ് ക്ലെയിം ചെയ്തിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് എന്താ, ഇനി ഈ സാധനമൊക്കെ ഈ ചങ്ങായി വിൽക്കും, ഇയാൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കും, അപ്പൊ ഗവൺമെന്റിന് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ടാക്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറ്റിന്റെ രജിസ്ട്രേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. നാളെ മുതൽ നമ്മളെ കമ്പനിയിൽ എന്തില്ല, വാറ്റ് ഇല്ല. അപ്പൊ നാളെ മുതൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുമ്പോൾ വാറ്റ് വരുമോ, വാറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഗവൺമെന്റ് ഇത്രയും കാലം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഔട്ട്പുട്ട് എന്തില്ല, ഇനി കിട്ടൂല. അപ്പൊ ഗവൺമെന്റ് എന്തായി, ഗവൺമെന്റ് അവിടെ പറ്റിക്കപ്പെട്ടു. അപ്പൊ ഗവൺമെന്റ് പറയണത്, നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ച സാധനത്തിന് നിങ്ങൾ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തോളൂ, അതൊന്നും കുഴപ്പമില്ല. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല, ഡീ രജിസ്റ്റർ ആയി പോയിക്കോളൂ. ഡീ രജിസ്റ്റർ ആവുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം,
ഈ ഡീരജിസ്റ്റർ അങ്ങനെ പെട്ടെന്ന് ആവാൻ പറ്റില്ല കേട്ടോ. അതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് രജിസ്ട്രേഷൻ ഡീരജിസ്ട്രേഷൻ്റെ ഒക്കെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ആർക്കൊക്കെയാണ് UAE വാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ്റെ ചാപ്റ്ററിൽ പറയാം. അത് വേറെ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ വൺസ് ഡീരജിസ്ട്രേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ച സ്റ്റോക്കുമലൊക്കെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് ടാക്സ് അടക്കണം. എന്ന് എന്ത് ചെയ്യുക? നമ്മൾ സ്വന്തമായിട്ട് ബില്ലടിക്കുക, വേറെ ആർക്കും അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ പലർക്കും തോന്നും ഇപ്പം ഈ സ്റ്റോക്കൊക്കെ ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ പേരിലൊക്കെ ഇൻപുട്ട് എടുത്തതാണ്, ഇതൊക്കെ ഞാൻ ഡീരജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. ആരുടെ പേരിൽ ടാക്സ് അടക്കും? കാരണം ഞാൻ ആർക്കും സെയിൽ ചെയ്യുന്നൊന്നുമില്ലല്ലോ. കമ്പനിയിൽ പിന്നെയും വാറ്റ് രജിസ്ട്രേഷൻ പോയാലും സ്റ്റോക്ക് പിന്നെയും കമ്പനിയിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ ആരുടെ പേരിൽ ബില്ലടിക്കും? ആരുടെ പേരിലും ബില്ലടിക്കണ്ട, സെൽഫ് ഇൻവോയ്സ് ചെയ്താൽ മതി. സ്വന്തമായിട്ട് ഇൻവോയ്സ് ചെയ്യുക, സെൽഫ് ഇൻവോയ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് 5% കാണിക്കുക. അങ്ങോട്ട് ഔട്ട്പുട്ട് 5% കാണിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സാധനമൊക്കെ ഡീരജിസ്റ്റർ ചെയ്യുമ്പോൾ ടാക്സ് അടച്ച അല്ലെങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്ത സിറ്റുവേഷനിൽ നിന്ന് മാറുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എടുത്ത് ഈ ഇൻപുട്ട് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. രണ്ടും ഓക്കെയാണ്. ഇൻപുട്ട് ഒന്നെങ്കിൽ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് അടക്കുക. അപ്പൊ ഈ ഒരു കണ്ടീഷനാണ് എന്ത്? ഡീംഡ് സപ്ലൈസിൽ പെടുന്നത്. ഓക്കെ, അപ്പൊ ഡീംഡ് സപ്ലൈസിൽ 3 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് ഗുഡ്സ് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, രണ്ടാമത് പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് ബിസിനസ് അസറ്റ് യൂസ് ചെയ്യുന്നത്, മൂന്നാമത്തത് റീറ്റെയിനിങ് ഗുഡ്സ് ആഫ്റ്റർ ഡീ രജിസ്ട്രേഷൻ. വാറ്റിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് കമ്പനിയിൽ ബാലൻസ് ഉള്ള സ്റ്റോക്ക് മേലുള്ള ഇൻപുട്ട് അടച്ച സ്റ്റോക്ക് അസറ്റ് മേലുള്ള കേസ്. ഇതാണ് 3 സിറ്റുവേഷൻസ്. അപ്പോൾ ഡീംഡ് സപ്ലൈസിൽ 3 സിറ്റുവേഷൻ പഠിച്ചു. ഇനി ഡീംഡ് സപ്ലൈസിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് എല്ലാം എന്തല്ല ഡീംഡ് സപ്ലൈ വരില്ല. അങ്ങനെ ഡീംഡ് സപ്ലൈയിൽ എക്സംഷൻ വരുന്ന 2-3 കേസുകളാണ്. അതിൽ ആദ്യത്തെ no input was recovered on the goods and services or a refund of input tax under capital asset scheme. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ് എന്ത്? നമ്മൾ ഡീരജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കമ്പനിയിലുള്ള ടാക്സ് അല്ലെ സ്റ്റോക്ക് മേലൊക്കെ നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് അടച്ചിട്ട് വേണം ഡീരജിസ്ട്രേഷൻ ചെയ്യാനെന്ന്. എന്നാൽ സ്റ്റോക്ക് ഞാൻ ഇൻപുട്ട് എടുത്തിട്ടില്ലായിരുന്നു. അതായത് കമ്പനി കുറേ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു, ഈ സ്റ്റോക്ക് മേലൊന്നും ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല, വാറ്റ് രജിസ്ട്രേഷൻ ആ സമയത്തുണ്ട്. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? വാറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് ഡീ രജിസ്ട്രേഷനിലെത്തി, അതായത് വാറ്റ് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട, ഒരു സ്റ്റെപ്പും ചെയ്യണ്ട. കാരണം എന്താ? ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട? ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് 5% അടയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യുകയോ ഈ 2 പ്രൊസീജിയർ ഞാൻ എന്ത് ചെയ്യണ്ട? ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് റിവേഴ്സലോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് 5% അടക്കുന്ന സിറ്റുവേഷനോ ഇവിടെ ഇല്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡീംഡ് സപ്ലൈ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരമാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ റീഫണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് അണ്ടർ ക്യാപിറ്റൽ അസറ്റ് സ്കീം എന്ന് പറയും. ആ സ്കീം പ്രകാരമാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ചെയ്യേണ്ട. അതിന് നമ്മൾ എന്തറിയണം? ക്യാപിറ്റൽ അസറ്റ് സ്കീം എന്താന്നുള്ളത് നമുക്കറിയാം. അത് നമുക്ക് എന്ത് ചെയ്യാണ്ട്? പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അത് കുറച്ചും കൂടി ഇൻഡെപ്ത് ചാപ്റ്റർ ആണ്. അതായത് ക്യാപിറ്റൽ അസറ്റ് സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റോക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഇൻപുട്ട് കിട്ടുക, നമ്മൾ വാങ്ങുന്ന ഫിക്സ്ഡ് അസറ്റുമൊക്കെ നമുക്ക് ഇൻപുട്ട് കിട്ടും. നമ്മളിപ്പോൾ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം, അതായത് നമ്മൾ സ്റ്റോക്ക് അല്ലാത്ത ഐറ്റംസ് ക്യാപിറ്റൽ അസറ്റുകളൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും. പക്ഷെ ആ ഇൻപുട്ട് എടുക്കുന്നതിന് UAE ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കീം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ് സ്കീം. അപ്പൊ ക്യാപിറ്റൽ അസറ്റ് സ്കീം പ്രകാരം നമ്മൾ എടുത്ത ഇൻപുട്ടൊക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞ പോലെ ഡീംഡ് സപ്ലൈസിന്റെ അണ്ടറിൽ പരിഗണിക്കണ്ട. ഓക്കെ, ഇനി അടുത്ത എക്സംഷൻ, സപ്ലൈസ് ബിലോ AED 500 per person over 12-month period for gift or samples. അതായത് സപ്ലൈ ബിലോ 500 ദിർഹം, 500 ദിർഹത്തിന് താഴെ, ഓക്കെ, പെർ പേഴ്സൺ, ഒരു വ്യക്തിക്ക് 500 ദിർഹത്തിന് താഴെ പെർ പേഴ്സൺ, ഓവർ 12 മന്ത്, 12 മാസത്തിനിടയിൽ 12 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെ, ഒരു വർഷത്തിനിടയിൽ ഒരു വ്യക്തിക്ക് 500 ദിർഹത്തിന് താഴെ നമുക്ക് എന്ത് ചെയ്യാം? ഗിഫ്റ്റ് കൊടുക്കാം. ഈവൻ ഈ പ്രൊഡക്റ്റുമ്പോൾ നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതിന്റെ കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഗിഫ്റ്റ് സർവീസ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഇൻപുട്ട് എടുക്കാൻ പാടില്ല. ഇൻപുട്ട് എടുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് ടാക്സ് കാണിക്കണം നമ്മൾ പഠിച്ച്. പക്ഷെ അതിലൊരു എക്സംഷൻ ആണെന്ത്? നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക്
ഓരോ വ്യക്തിക്ക് വെച്ചിട്ട് ഒരു 12 മാസത്തിനിടയിൽ, അതായത് ഒരു വർഷത്തിനിടയിൽ 500 ദിർഹത്തിന് താഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഈവൻ ദോ ആ പ്രൊഡക്റ്റുമേ ഇൻപുട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പിന്റെ കേസ്, ഓക്കെ, ചെരുപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊരു ഒരുപാട് ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ചെരുപ്പിന്മേലൊക്കെ നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വന്നു, കമ്പനിയിൽ ഒരു സുഹൃത്ത് വന്നു. അപ്പൊ നമ്മൾ ആ സുഹൃത്തിന് എന്ത് ചെയ്തു, ഒരു 400 ദിർഹത്തിന്റെ ചെരുപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതിന് നമ്മൾ ഇൻപുട്ട് എടുത്ത ചെരുപ്പാണ്. നമ്മൾ എന്ത് ചെയ്തു, 400 ദിർഹത്തിന്റെ ചെരുപ്പ് ഫ്രീ ആയിട്ട് കൊടുത്തു. ആ ആൾക്ക് എന്ത് ചെയ്തു, അത് ഫ്രീ ആയിട്ട് കിട്ടി, അയാൾ പോയി. പിന്നെ 12 മാസം കഴിഞ്ഞിട്ട്, അപ്പൊ ഒരു വർഷത്തെ ഗ്യാപ്പ് എടുക്കണം. പിന്നെ 12 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ സുഹൃത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 400 ദിർഹത്തിന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അതായത് ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിൽ 500 ദിർഹത്തിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഇത് റെഗുലർലി യൂസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ സബ്ജക്റ്റീവ് ആണ്. അതായത് ഇങ്ങനെ ഒരു ലോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ, അങ്ങനെയാണെങ്കിൽ ചില ബിരുദന്മാരെന്ത് ചെയ്യും, വേറെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കും. എന്ത്, ടാക്സ് ഒഴിവാക്കാൻ വേറൊരു പരിപാടി, എന്ത് ചെയ്യാം, ഒരു 10-15 ആൾക്കാരെ കൊണ്ടുവരിക, എല്ലാവർക്കും 500 ദിർഹത്തിന് താഴെ എന്ത് ചെയ്യുക, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. 12 മാസത്തിൽ ഒരേട്ടം ചെയ്യാലോ, അതായത് ഒരു വർഷത്തിൽ ഒരേട്ടെങ്കിലും ഒരാൾക്ക് കൊടുക്കാലോ. അങ്ങനെ ഒരു കുറെ ആൾക്കാരെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, കുടുംബക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക, 500 ദിർഹത്തിന്റെ സാധനം വെച്ച് കൊടുക്കുക. സാധനം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കഴിയുന്ന സമയത്ത് അത്രയും പ്രൊഡക്റ്റ് എന്തായി, വിൽക്കാതെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഔട്ട്പുട്ടും കൊടുക്കണ്ട, ഇൻപുട്ട് ക്ലെയിം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ നമ്മൾ റെഗുലർലി ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഓഡിറ്റിന് സബ്ജക്റ്റീവ് ആണ്. അത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് FTA തോന്നുകയാണ്, ഈ കമ്പനി കൂടുതലായും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ചോദ്യം ചെയ്യും. ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും ഗിഫ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ചോദ്യം വരും. ആ സമയത്ത് എന്ത് വരും, നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് മറ്റൊരു എക്സെപ്ഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒരാൾക്കൊക്കെ അൺയൂഷ്വൽ ആയിട്ട് ഒരു 500 ദിർഹ, യൂഷ്വലി അല്ലാത്ത രീതിയിൽ ഒരു 500 ദിർഹത്തിന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നൊന്നും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഓർ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ഡീംഡ് സപ്ലൈ ഫോർ ഈച്ച് പേഴ്സൺ ലെസ് ദാൻ 12,000. 12,000 സിറ്റുവേഷൻ ഉണ്ട്. ടോട്ടൽ എമൗണ്ട് 12,000 താഴെ ആവാതെ നോക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഡീംഡ് സപ്ലൈസിന്റെ വേറൊരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഡീംഡ് സപ്ലൈസിന്റെ വേറൊരു എക്സെപ്ഷൻ, എക്സംപ്റ്റ് സപ്ലൈസിന്റെ അണ്ടറിൽ പെടുന്നതാവണം എന്നാണ്. എക്സംപ്റ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ എന്തില്ല, ഡീംഡ് സപ്ലൈ വരില്ല. കാരണം എന്താ, എക്സംപ്റ്റ് സപ്ലൈ ആണെങ്കിൽ ഓൾറെഡി പാറ്റ് ഇല്ലല്ലോ, പാറ്റും ഇല്ല, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനും പറ്റൂല. പിന്നെ ഇപ്പോൾ അവിടെ ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞ ഒരു കേസേ വരില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഡീംഡ് സപ്ലൈസിന്റെ അണ്ടറിലുള്ള കേസ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഡീംഡ് സപ്ലൈ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പൊതുവേ നമ്മൾ എല്ലാ സപ്ലൈസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കേണ്ട സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സപ്ലൈ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. സപ്ലൈന്റെ അണ്ടറിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. ടാക്സബിൾ ഏതാ, സീറോ റേറ്റഡ് ഏതാ, എക്സംപ്റ്റഡ് ഏതാ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഡീംഡ് സപ്ലൈ ഏതാ, ഇൻക്ലൂഡിങ് ഡീംഡ് സപ്ലൈ ഏതാന്നുള്ളത് ഓരോന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവണം. അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയണം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ്, അതായത് ഡീംഡ് സപ്ലൈസിന്റെ അണ്ടറിൽ ഏതൊക്കെ വരും, എക്സംപ്റ്റഡിന്റെ അണ്ടറിൽ ഏതൊക്കെ വരും, ഡീംഡിന്റെ അണ്ടറിൽ ഏതൊക്കെ വരും, സീറോ റേറ്റിന്റെ ഏതൊക്കെ വരും എന്ന് പറയാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അങ്ങോട്ട് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് കണ്ടാൽ മനസ്സിലാവണം. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിൾ, നാളെ ചെയ്യാൻ പോകുന്ന ഒരു എക്സസൈസ്, നമ്മൾ ഇതുവരെ ഒരു ക്വസ്റ്റ്യനോ എക്സസൈസ് ഒന്നും ചെയ്തില്ല, അതിന്റെ സ്റ്റേജിൽ എത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒന്ന് ജസ്റ്റ് അറിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇനി നാളെ തൊട്ട്, ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ, ഇപ്പൊ ഇന്ന് 4ാമത്തെ ക്ലാസ് ആണ്, 4 ദിവസത്തെ ക്ലാസ്സിലും ഞാനായിരുന്നു കൂടുതൽ സമയം സംസാരിച്ച്. ഒരു ടൈം നിങ്ങൾ ആരും ഒന്നും മിണ്ടിട്ടില്ല. നമ്മൾ പരിചയപ്പെട്ടിട്ട് കൂടി ഉണ്ടാവില്ല. പലപ്പോഴും ഫസ്റ്റ് ക്ലാസ്സിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിനൊക്കെ ഏതെങ്കിലും ഇരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓർമ്മ ഉണ്ടാവില്ല. ആരും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ ഈ ഇതിൽ നമ്മളൊന്നും ഡിസ്കസ് ചെയ്തിട്ടോ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഉള്ളത് പോലെയല്ല ഇനി അങ്ങോട്ടുള്ള ദിവസം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അടുത്ത ദിവസം എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ എല്ലാ സപ്ലൈസും, ടൈപ്പ് ഓഫ് സപ്ലൈ എല്ലാതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ കൊണ്ടുവരും. ലിസ്റ്റ് ഓരോന്ന് ലിസ്റ്റ് വരും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് പകരം നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യാറ്. പക്ഷെ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഉള്ള ഒരു സ്റ്റേജ് കുറച്ച് തിയറിറ്റിക്കൽ സ്റ്റഫ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, പക്ഷെ അടുത്ത ദിവസം നമ്മൾ ഇങ്ങനെയല്ല പറയാ. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഒരു കമ്പനിയിൽ വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള ട്രാൻസാക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ എന്ത്, ഇത് ഡീംഡ് സപ്ലൈ ആണ്, ഇത് സീറോ റേറ്റഡ് ആണ്, ഇത് എക്സംപ്റ്റഡ് ആണ്, ഇതിന് ടാക്സ് റേറ്റ് 0% വരിക, ഇതും ഇൻപുട്ട് കിട്ടും, ഇതും ഇൻപുട്ട് കിട്ടൂല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വേണം പറഞ്ഞു തരാൻ.
ഓക്കെ അല്ലേ? ഓക്കെ, സോ അത് നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻഡ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.